എന്നാ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അല്ലല്ല, അങ്ങനെയല്ല. ഇനി ഞാൻ പറഞ്ഞു തരുന്ന പോലെ അതുപോലെ എഴുതണം. ഇ ഈ ഉ ഊ ഋ എ എ ഐ ഓ ഓ ഔ അം. നീ എന്തിനാ സ്കൂളിൽ പോകുന്നേ? ഈ പഠിക്കാൻ എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹം? മുത്തശ്ശ, എനിക്ക് പഠിച്ച് വലിയ ഓഫീസറായിട്ട് എന്നെ പോലെയുള്ള കുട്ടികളെ ആരും ഒരിക്കലും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. എല്ലാരും സ്കൂളിൽ പോയി നന്നായിട്ട് പഠിക്കണം. അതിന് വേണ്ടത് ചെയ്യും. നോക്കിക്കോ. ഇനി ഇതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. മുത്തശ്ശ, ഞാൻ വലിയ ഓഫീസർ ആവോ മുത്തശ്ശ? ആകും മോളെ. അത് ഇത്ര വലിയ ആനക്കാര്യമാണോ? ഇപ്പോ നീ എഴുതാൻ പഠിച്ചതൊക്കെ ഒന്ന് എഴുതി കാണിച്ചു നോക്കട്ടെ. മുത്തശ്ശ, ഇത് ശരിയാണോ? ശരിയാണല്ലോ. സൂപ്പർ. ഇനി എന്താ? ഈ അങ്ങനല്ല മോളെ. ഇങ്ങിതാ. ഓ, ഇങ്ങനെയാ? അങ്ങനെയല്ല, ഞാൻ എഴുതിയില്ലേ അതുപോലെ എഴുത്. രണ്ടാമത്തെ ഈ എഴുത്. രണ്ടാമത്തെ ഈയോ? അതെങ്ങനെയാ? ഇങ്ങിതാ, ഞാൻ കാണിച്ചു തരാം. മുത്തശ്ശ, എനിക്ക് മാ എഴുതുന്ന എങ്ങനെയാന്ന് പറഞ്ഞു തരുമോ? മായോ? അതെന്തിനാ? അതിനു മുമ്പ് പഠിക്കാൻ ഒരുപാടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് മാ പഠിപ്പിച്ചു താ. ആയിക്കോട്ടെ, ഇങ്ങിതാ. ഇതിന്റെ മുകളില് 10 തവണ എഴുത്. ശരി മുത്തശ്ശ. ഇങ്ങിതാ. ഇനി ഒന്ന് തനിച്ചെഴുതിക്കേ. അശോക, അശോക, ഏയ്, ഏത് ലോകത്താണ് നീ? എന്താ നിനക്ക് പറ്റിയേ? സോറിടാ, ഒന്നുമില്ല. സീത ഉറങ്ങിയോടാ? സിഹിയെ ഉറക്കണമെന്ന് പറഞ്ഞ് പാവ അവളും കിടന്നുറങ്ങിപ്പോയി. എന്താ? സീതമ്മ ഒറ്റയ്ക്കാണെന്നോ? ഞാൻ സീതമ്മ എടുത്ത് പോവാ. അല്ലെങ്കിൽ ആ ബഡ്ഡി ബംഗാരമ്മ ആന്റി സീതമ്മക്ക് എന്തെങ്കിലും പ്രശ്നം കൊടുക്കും.
ഡോക്ടർ എന്ത് പറഞ്ഞു? സീത ഒരുപാട് സെൻസിറ്റീവ് ആണത്രേ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവളോട് എല്ലാ സത്യങ്ങളും പറയണമെന്ന് ഡോക്ടർ പറഞ്ഞു. നിലവിൽ ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ട്. എല്ലാം ശരിയായിക്കോളും. ഹോപ്പ് കൈവിടണ്ട. ഇനി നീ പറ, ഓളോക്കെ? എടാ, എനിക്കിത് നിന്നോട് ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എന്തു പറ്റി? പറ. എന്നോട് പറയാനും ഇത്രയധികം ആലോചിക്കണോ? നീ കാര്യം എന്താന്ന് പറ അശോക. എടാ, ഞാനിപ്പോൾ പറയുന്നത് നിനക്ക് ഷോക്കായിരിക്കും, ബട്ട് ഇതെൻ്റെ വെറും സംശയമല്ല. എന്താടാ? എനിക്ക് സിഹയുടെ ആക്സിഡന്റ് മർഡർ ആണെന്നാ തോന്നുന്നത്. സീത, എന്തു പറ്റി? എന്താ നീ നോക്കുന്നേ? സിഹിയുടെ ലീഗൽ അഡോപ്ഷൻ ഫയല് റാം ഇവിടെ എവിടെയോ വെച്ചിരുന്നേ, അത് നോക്കുമായിരുന്നു. അതെവിടെയെങ്കിലും സേഫ് ആയിട്ട് ഇരിപ്പുണ്ടാവും. എന്തിനാ അത് നോക്കുന്നേ? പ്രിയ, നീ നിന്റെ മുറിവില് മരുന്നൊന്നും വെച്ചില്ലേ? ഓയിന്റ്മെന്റ് തേച്ചിരുന്നു നേരത്തെ. നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കണോ അല്ലേ? സിഹിയുടെ പഴയ ഡ്രസ്സൊക്കെ എന്തിനാ ഇപ്പൊ എടുക്കുന്നേ? സിഹിക്ക് ഇട്ടു കൊടുക്കാൻ. ഈ ഡ്രസ്സോ? സീതമ്മ, എനിക്ക് ആ ഡ്രസ്സൊന്നും ചേരില്ല. എനിക്ക് അതൊക്കെ ചെറുതായില്ലേ. ഞാനിപ്പോ വലിയ കുട്ടിയായില്ലേ. നോക്ക്. പ്രിയ, ഈ ഇടയായിട്ട് സിഹിയുടെ എല്ലാ ഫ്രോക്കും വലുതായിട്ടുണ്ട് കേട്ടോ, അറിയോ? അവളെന്തോ വല്ലാതെ മെലിഞ്ഞു വരുന്നുണ്ട്. ഞാൻ എപ്പോഴാ മെലിഞ്ഞു പോയത്? ഞാൻ പണ്ടത്തെ പോലെ തന്നെ ഇരിക്കുന്നേ. ഒരു ഫ്രോക്ക് സെറ്റ് ആവുന്നില്ല അവൾക്ക്. സിഹി, നമുക്കിനി ഈ ഫ്രോക്ക് നോക്കിയാലോ? വാ മോളെ. സീതമ്മ, എന്താ നീ ചെയ്യുന്നത്? സുബി, ഇത് നീ എഴുതിയതാ? ഇപ്പോ അമ്മ എന്നായില്ലേ ജാക്കി ചേട്ടാ? ഞാൻ അമ്മ എന്ന് എഴുതാൻ പഠിച്ചു. ഞാൻ അമ്മ എന്ന് എഴുതാൻ പഠിച്ചു. അങ്കാളമ്മ, ഇത് നോക്ക്. ഞാൻ അമ്മ എന്ന് എഴുതാൻ പഠിച്ചു. അല്ലല്ല, അങ്ങനെയല്ല. അയ്യോ, ആ കഴിഞ്ഞ് മായ എന്ന് എഴുതിയ അമ്മ എന്നല്ലേ? സുബി, അതിപ്പോ അമ്മാന്നാ വായിക്ക. അത് അമ്മയാകണമെങ്കിൽ ഈ മായുടെ അടുത്ത് ഒരു മാ കൂടെ എഴുതണം. ഇങ്ങനെ തന്നെ. കുഞ്ഞുമായോ എന്ന് വെച്ചാ മായ എന്ന അക്ഷരത്തിന്റെ കുഞ്ഞാണോ? അപ്പൊ എന്റെ അമ്മയോ എന്നെയും പോലെ വല്യമ്മ കുഞ്ഞമ്മ. ഇതിന് മേലെ വീണ്ടും വീണ്ടും എഴുത്. അപ്പോഴേ എഴുതാൻ പഠിക്കൂ. അമ്മ
എന്താടാ നീ പറയുന്നേ? എന്റെ സിഹി എന്തിനാണ് ആരെങ്കിലും ഒക്കെ കൊല്ലുന്നേ? അതെനിക്കും അറിയില്ല രാമ. പക്ഷേ ഈ ആക്സിഡന്റിൽ ദേർ ഇസ് സംതിങ് ഫിഷി. എടാ, ഒരു കംപ്ലൈന്റ് കൊടുക്കാം. വേണ്ട ശോക. അതെന്താ? എടാ, നിനക്കറിയില്ലേ സീത ഇപ്പൊ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണെന്ന്? സിഹി ഇപ്പോ ഇല്ല എന്നുള്ള സത്യം എന്റെ സീതയുടെ അവസ്ഥയിൽ അവൾക്ക് ഇപ്പോ അറിയില്ല. പക്ഷേ ആക്സിഡന്റ് കഴിഞ്ഞപ്പോൾ മുതൽ അവളൊരു ട്രോമയിലാണ് ഉള്ളത്. അതിന് ഇതുവരെ അവൾ പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ ഓൾ ഓഫ് എ സഡൻ കേസും കംപ്ലൈന്റും ഒക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയുക? അതിനെപ്പറ്റി ആലോചിക്കണ്ടേ? ഫോർ എ മാറ്റർ ഓഫ് ഫാക്ട് ഇപ്പൊ ഞാൻ കംപ്ലൈന്റ് കൊടുത്താലും ഇല്ലെങ്കിലും സിഹിമോൾ തിരിച്ചു വരില്ല. എനിക്കിനി ബാക്കിയുള്ളത് സീത മാത്രമാണ്. അവളെങ്കിലും എനിക്ക് വേണം. ഈ കംപ്ലൈന്റ് ഒന്നും വേണ്ട അശോക, പ്ലീസ്. ഇത് നീ മറന്നേക്ക്. നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ ആരോ മനഃപൂർവ്വം സിഹിയെ കൊന്നതാണെങ്കിൽ നിനക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? അതും നിന്റെ ഭാർഗവി അമ്മ ഇതിൽ ഇൻവോൾവ് ആണെങ്കിലല്ല, ഇൻവോൾവ് ആണ്. അവരതിന്റെ ശിക്ഷ അനുഭവിക്കണ്ടേ? ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. പ്രിയ, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് പോകുന്നുണ്ടല്ലോ അല്ലേ? മന്ത്ലി വൺസ് ചെക്കപ്പിന് പോണം. ഈ വർഷം തീരാൻ പോവാ. നമ്മൾ നേരിട്ട പ്രയാസങ്ങളെല്ലാം ഈ വർഷത്തോടെ തീരട്ടെ. വരുന്ന പുതുവർഷത്തില് എന്റെ ഫാമിലിയിലും നിന്റെ ഫാമിലിയിലും നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ. നീ ഹെൽത്തി ആയിരിക്കണം, സന്തോഷമായിരിക്കണം. അശോകിന്റെ കൂടെ ഞാനും സിഹിയും റാമും ഒരുമിച്ച് സന്തോഷമായിട്ടിരിക്കണം. എപ്പോഴും നീയാ പറയാറ്, എന്നാ ഇപ്പൊ ഞാൻ പറയാം, നീ കേട്ടോ. നെക്സ്റ്റ് ഇയർ സിഹിയുടെ ബർത്ത്ഡേക്ക് നമുക്ക് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യാം. എന്ത് ട്രിപ്പോ? സിഹിയുടെ ബർത്ത്ഡേ ഇത്തവണ വളരെ സ്പെഷ്യൽ ആയിട്ട് നടത്തണം. ഞാൻ റെഡിയാ സീതമ്മ. ഈ വർഷത്തെ എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് എന്റെ മോള് തന്നത്. അടുത്ത വർഷത്തെ ബർത്ത്ഡേക്ക് എനിക്ക് സീത, പ്ലീസ് സീത, ഇങ്ങനത്തെ ഗിഫ്റ്റ് ഒന്നും വേണ്ട. എന്താടി പ്രിയ, ഇതിനൊക്കെ എന്തിനാ നീ കരയുന്നേ? എന്തു പറ്റി? ഒന്നുമില്ല സീത. പിന്നെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വേണ്ടെന്നൊക്കെ പറഞ്ഞു, കണ്ണൊക്കെ നിറഞ്ഞല്ലോ. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ പ്രിയ? നീ എന്തെങ്കിലും എന്റെ അടുത്തൊന്ന് മറച്ചു വെക്കുന്നുണ്ടോ? അയ്യോ ഇല്ല, ഞാൻ പറയാൻ വന്നത് ഇതിനേക്കാളും നല്ല ഗിഫ്റ്റ് കിട്ടട്ടെ എന്നാ. പക്ഷെ അതിന് കണ്ണു നിറയുന്നത് എന്തിനാ? അത് ഇമോഷണൽ ആയതാ. നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ എന്ത് പറഞ്ഞാലും കരച്ചിലായിട്ടുണ്ട് നിനക്ക്. നീ ആദ്യത്തത് പോലെ തന്നെ മതി. എനിക്കും സിഹിക്കും ആ പ്രിയ ഇഷ്ടം അല്ലേ സിഹി? അതെ പ്രീ. കണ്ണു തുടയ്ക്ക്. എങ്ങനെയെങ്കിലും അച്ഛനൊന്ന് കൺവിൻസ് ചെയ്യണോ അച്ഛാ? വരൂ, ഇരുന്നു. രാമ, നിന്നോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയണമായിരുന്നു. അതിനാ വിളിച്ചേ. പറയും മുത്തച്ഛ. സിഹിയുടെ ചടങ്ങൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. അതൊക്കെ നടത്തണ്ടേ രാമ? സത്യമാണ് മുത്തച്ഛ. പക്ഷെ സീതയുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ സിഹിയുടെ കർമ്മം എങ്ങനെയാ? ഞാൻ നമുക്ക് വേണ്ടിയല്ലെങ്കിലും സിഹിക്ക് വേണ്ടി ഇത് ചെയ്തല്ലേ പറ്റൂ. എന്തെങ്കിലും പറഞ്ഞ് നീ സീതയെ ഒന്ന് സമ്മതിപ്പിക്കേ. അതെ അപ്പോ, ഈ കർമ്മമൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ സിഹിക്ക് മോക്ഷം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അതെ രാമ, സീത എങ്ങനെയെങ്കിലും നമ്മൾ കൺവിൻസ് ചെയ്ത് ഇത് ചെയ്തേ പറ്റൂ. എന്താ എങ്ങനെയാന്നൊക്കെ നീ പറഞ്ഞു. നോക്കാം. സീത അറിയാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും ശേഷക്രിയ ചെയ്യാൻ പറ്റുമെന്ന്. ചടങ്ങുകളോ? എന്താ
കാര്യം എല്ലാരും സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണല്ലോ. എന്ത് ചടങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നേ? സുബി, വേഗം ഉറങ്ങാൻ പറഞ്ഞിട്ട് ഇത്രയും നേരമായിട്ട് നീ ഇവിടെ ഇരുന്ന് ഇതൊക്കെ എഴുതി പഠിച്ചോണ്ടിരിക്കുക. നിന്നെ പോലെ പഠിച്ച എല്ലാവർക്കും റാങ്ക് കിട്ടും സുബി. അതെ കാവേരി ചേച്ചി, എനിക്ക് സ്കൂളിലേക്ക് പോയി പഠിച്ച് വലിയ ഓഫീസർ ആവണം. ഇപ്പൊ രണ്ടും മിണ്ടാതെ കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ നല്ല അടി വെച്ച് തരും ഞാൻ. ഉറങ്ങും. പോയി കിടന്നുറങ്ങാൻ പറഞ്ഞ ഇരുന്ന് കൂടുകൂടുന്ന് സംസാരിച്ചോണ്ടിരുന്നോളും. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങളീ ഭൂമിയിൽ ഇല്ലാതിരുന്നെങ്കിൽ ശലം ശൂന്യമീ ഭൂമി. അതങ്ങനെ ഒരുത്തൻ ഉറങ്ങുമ്പോഴും ആ നശിച്ച പാട്ട് നിർത്തത്തില്ലല്ലോ. ഉറങ്ങുന്ന നേരത്താ അവന്റെ പാട്ട്. മിണ്ടാതെ കിടന്നുറങ്ങടാ. മനുഷ്യനെ കിടന്നുറങ്ങാനും സമ്മതിക്കില്ലല്ലോ. അത് പിന്നെ സീത, നമ്മുടെ സിഹിയുടെ ചടങ്ങുകള്. സിഹിയോ? അത് സീത, സിഹിക്ക് വേണ്ടി നമുക്കൊരു പൂജ നടത്തിയാലോ എന്ന് മുത്തശ്ശൻ പറയുകയായിരുന്നു. ഓ, ആക്ച്വലി ഞാൻ ഈ കാര്യം നിന്നോട് സംസാരിക്കണമെന്ന് വിചാരിച്ചതാ. പാവ സിഹിക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊന്നും സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവളുടെ ജാതകം കാണിക്കണമെന്ന് പറയണമെന്ന് കരുതിയതാ. അപ്പൊ തന്നെ മുത്തശ്ശൻ ഈ കാര്യം പറഞ്ഞല്ലോ. നോക്ക് സിഹി, മുത്തശ്ശൻ നിനക്ക് വേണ്ടി പൂജ നടത്താൻ പോവാണത്രേ. ആണോ? എന്ത് പൂജയാ മുത്തശ്ശ? എടാ, ഞങ്ങൾ ഇറങ്ങട്ടെ. സീത, ഞങ്ങൾ പോയിട്ട് വരാം. ശ്രദ്ധിക്കണേ നീ. ശരി പ്രിയ, മുറിവൊന്ന് നോക്കിക്കോണേ. നീയും അശോകും പൂജയ്ക്ക് എന്തായാലും വരണം. ബൈ. പ്രിയ, സിഹിയോട് ബൈ പറ. നീ അവളെ കണ്ടില്ലേ? വിഷമമായിട്ട് അവളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന. ബൈ സിഹി. ബൈ പ്രീ. ബൈ. ബൈ സീത. ബൈ സിഹി. ബൈ. ബൈ ആകാശ് അങ്കിൾ. ഇറങ്ങട്ടെ സൂരി. സീതമ്മ, പ്രിയ എന്നോട് ബൈ പറഞ്ഞില്ല. അതെനിക്ക് വിഷമായെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായത്? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ നിനക്ക്? സിഹി, നിന്റെ പേരില് മുത്തശ്ശൻ പൂജ നടത്താൻ പോവാ. നിനക്ക് ഒന്നും സംഭവിക്കില്ല. അയ്യോ, ഇന്ന് എന്തൊരു തണുപ്പാ ഇവിടെ.
ഇനിയെങ്കിലും നീ നന്നായിട്ട് ഉറങ്ങിക്കോ. ചീത്ത സ്വപ്നങ്ങൾ ഒന്നും കാണണ്ട. ഇനി ഞാൻ ചീത്ത സ്വപ്നങ്ങൾ കാണില്ല ചേച്ചി. എന്താണെന്നോ, ഇപ്പൊ എന്റെ അടുത്ത് തന്നെ എന്റെ അമ്മയുണ്ടല്ലോ. എനിക്കിപ്പോ നല്ല